نازنین ناز نکن در رو کسی باز نکن نازنین در نکن زندگی موزه نکن زندگی موزه ഹേ ഗായ്സ് ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ഒരുപാട് തിരക്കുകൾ കാരണം പ്രഡിക്ഷൻസ് ക്വസ്റ്റ്യൻസുമായിട്ട് ഒരല്പം വൈകിയിട്ടുണ്ട്. എങ്കിലും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഭാഗം തന്നെയാണ് പ്രൊഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ വരുമോ വരില്ലേ എന്ന് ഞാൻ പോലും അറിയില്ല കേട്ടോ. ഞാൻ ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ പ്രഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഏതൊരു കുട്ടിയും ജസ്റ്റ് ഒന്ന് വന്ന് നോക്കും എന്താണ് സാറ് പ്രവചിച്ചത് എന്നാൽ അതൊന്നും പഠിച്ചു വെക്കാം. ഇനി വന്നില്ലെങ്കിൽ ചാനലിൽ കയറിയിട്ട് നെഗറ്റീവ് കമൻ്റ് എങ്കിലും ഇടാലോ. വന്നാലോ സാറേ നിങ്ങൾ പറഞ്ഞത് വന്നല്ലോ. രണ്ടായാലും നിങ്ങൾ പഠിക്കും എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒരു പ്രഡിക്ഷൻ നടത്തുന്നത്. ഒന്നുമല്ല, നമ്മുടെ അപ്രിസിയേഷനും ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് എന്ന് പറയുന്ന സെക്ഷൻസ് ഉണ്ട്. 2 സെക്ഷൻസ് അല്ലേ. ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതെന്നറിയോ? അപ്രിസിയേഷന് ചോദിക്കാൻ സാധ്യത മദർ ടു സണ്ണ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചോദിക്കാനുള്ളത് ബല്ലാഡ് ഓഫ് ഫാദർ ഗില്ലിഗൺ, ബല്ലാത്ത ജാതി എന്ന് പറയും പോലെ ബല്ലാഡ് ഓഫ് ഫാദർ ഗില്ലിഗൺ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുമായിരിക്കും. ഇനി ഒരു പക്ഷേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും പ്രഡിക്ഷൻ ഇത്രയേ ഉള്ളൂ. അപ്രീസിയേഷനും പിന്നെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും സാധ്യതയുള്ള 99% MS സൊല്യൂഷൻ സാധ്യത കാണുന്ന ചാപ്റ്റേഴ്സ് മദർ ടു സണ്ണും ബല്ലാഡ് ഓഫ് ഫാദർ ഗില്ലിഗണുമാണ്. കാര്യം ഈ വീഡിയോ കാണുന്ന സമയത്ത് അത് വിട്ടുപോയല്ലോ, ഇങ്ങനെ ചോദിച്ചാൽ എങ്ങനെ എഴുതും എന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഓക്കെ, രണ്ടും തിരിച്ചു മറിച്ചും ചോദിച്ചേക്കാം. ഒന്നുകിൽ അപ്രിസിയേഷൻ ബല്ലാഡ് ഓഫ് ഫാദർ ആകാം, അല്ലെങ്കിൽ മദർസ് ടു സണ്ണ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആവാം, തിരിച്ചു ആവാം. പക്ഷേ ഞാൻ കാണുന്നതും നിങ്ങൾ കാണുന്നതും ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കും. മദർ ടു സണ്ണിൽ നിന്ന് അപ്രിസിയേഷൻ പരീക്ഷയ്ക്ക് ചോദിക്കാനും ബല്ലാഡ് ഓഫ് ഫാദർ ഗില്ലിഗണിൽ നിന്ന് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചോദിക്കാനും സാധ്യത. അങ്ങനെയല്ലേ നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് സാറേ പ്രഡിക്ഷൻ അടിപൊളി എന്ന് നിങ്ങൾ പറയണം കേട്ടോ. ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എൻ്റെ വിഷയമല്ല. കെമിസ്ട്രിയും ഫിസിക്സും ആണെങ്കിൽ ഒരുപാട് പ്രഡിക്ഷൻസ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും. കാര്യം അത് ഞാൻ എടുക്കുന്ന സബ്ജക്റ്റുകളാണ്. ഓക്കെ, മാത്സും എനിക്ക് എത്തിക്കാൻ പറ്റും. പക്ഷേ ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഞാൻ കളിക്കാത്തൊരു ഫീൽഡ്, ഇംഗ്ലീഷ് ഹിന്ദി ഞാൻ കളിക്കാത്തൊരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രൊഡിക്റ്റ് ചെയ്തു എന്ന് മാത്രം. ബാക്കിയൊക്കെ പഠിച്ചവൻ്റെ കയ്യിലാണ്. നിങ്ങളും ഞാനും ഒരുപോലെ പ്രാർത്ഥിക്കുന്നു മദർ ടു സണ്ണിൽ നിന്ന് അപ്രിസിയേഷൻ വരാനും അതോടൊപ്പം തന്നെ ബല്ലാഡ് ഓഫ് ഫാദർ ഗില്ലികളിൽ നിന്ന് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരാനും. രണ്ടായാലും പഠിച്ചോളൂ കേട്ടോ. ഇനി തിരിച്ചാണെങ്കിലും അതും സെറ്റാക്കി പോവുക. റെഡിയല്ലേ? ഇനി അടുത്തൊരു അടിപൊളി മോട്ടിവേഷനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ആ മോട്ടിവേഷൻ ആരും മിസ് ചെയ്യരുത്. കാര്യം A+ എന്ന് പറയുന്നത് ആർക്കു വേണ്ടി എന്തിനു വേണ്ടി എന്നുള്ളതാണ്. ആ വീഡിയോ കണ്ടിട്ടേ നിങ്ങൾ സ്കൂളിലേക്ക് പോകും. നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ കാണിച്ചു കൊടുക്കണം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയാനുണ്ട്. എന്തിനാണ് A+, ആർക്കു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ്. സോ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.